യുദ്ധം ഇറാന് വരുമാന മാർഗമായി മാറിയിരിക്കുകയാണ്. മുൻപൊക്കെ ഈ വിഷയം പ്രാദേശിക തലത്തിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ദേശീയ തലത്തിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. സുരക്ഷിത മേഖല സൃഷ്ടിക്കാൻ വേണ്ടി ഇറാനുമായിട്ട് സഹകരിക്കുകയാണ് ഉചിതം. അമേരിക്കയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഗുണമില്ല. കാര്യം അവർ പോലും നിലനിൽപ്പിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ അവരോടെങ്ങനെയാണ് നമ്മൾ സഹായം തേടുക എന്നുള്ളിടത്തേക്ക് പരമാവധി അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചലനമറ്റ് കിടക്കുകയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ. യുദ്ധവാഹിനി കപ്പൽ, വിമാനവാഹിനി കപ്പലുകളൊക്കെ പറയാമെന്നല്ലാതെ അവർക്കൊന്നും യഥാർത്ഥത്തിൽ നല്ല ജീവനില്ല. ചലനമറ്റ് കിടക്കുന്നു, അല്ലെങ്കിൽ മിടിപ്പറ്റ് കിടക്കുന്നു. ഇതാണ് അവസ്ഥ. ഖത്തറും UAE ഒക്കെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായിട്ട് വല്ലാത്ത രീതിയിൽ സഹകരിക്കുകയും അവർക്ക് പണം നൽകുകയും അങ്ങനെ ഖത്തറിനെയും UAEയും ആക്രമിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രാദേശിക പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിവരിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം, അതായത് ഇപ്പം നിലവിൽ യുദ്ധമില്ല, ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നാളെ തീരുമാനമാവും, ഇന്ന് തീരുമാനമാവും. അങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും ഇറാൻ അംഗീകരിക്കില്ല. ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിച്ച് മാത്രമേ പ്രശ്നം തീരുകയും ചെയ്യൂ. അതിനിടയിൽ ഈ കരാർ വ്യവസ്ഥ ഏറെക്കുറെ അവരുടെ $300 ബില്യൺ നൽകാമെന്ന് ഏറ്റത് ഇറാൻ്റെ പത്രങ്ങൾ ചോർത്തി എന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അപ്പോൾ ഇതൊരു രഹസ്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ ഇറാനെ വിശ്വസിക്കാൻ പറ്റില്ല, അവരെന്തിനാണ് ചോർത്തിയത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഇറാൻ അത് ചോർത്തിയതിൽ രാഷ്ട്രീയപരമായ രീതിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ സ്വകാര്യമായ രീതിയിലുള്ള ഒരു ചർച്ചയോ അതല്ലെങ്കിൽ ഒരു കരാർ വ്യവസ്ഥയോ അമേരിക്കയുമായിട്ട് തങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. രഹസ്യമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കരാർ വ്യവസ്ഥ ലംഘിക്കാതെയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന രാജ്യമായിട്ട് അമേരിക്ക നിലനിൽക്കണം. അതിനവർക്ക് സാധിക്കില്ല. അവർ ചതിയന്മാരാണ്. അതുകൊണ്ട് അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഇപ്പൊക്കെ നടക്കുന്ന സംഭവം നോക്കാം. രാത്രി കാലങ്ങളിൽ ഹോർമുസ് കടൽ വഴി ഇറാൻ കപ്പലിനെ കടത്തിവിടുകയും അതിന് $1.5 ബില്യൺ കണക്കാക്കിയിട്ട് 1.5 കോടി രൂപ, ഒരു കോടി 1.5 കോടി രൂപയുടെ തുല്യമായിരിക്കുന്ന സംഖ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ $1.5 മില്യൺ അങ്ങനെയും പറയുന്നുണ്ട്. ഏതാണെങ്കിലും എത്രയാണോ ഇറാൻ വാങ്ങുന്നത് ആ പണം വാങ്ങിയിട്ട് രഹസ്യമായ രീതിയിൽ അവർ കടത്തിവിടുന്നുണ്ട് എന്ന് മാത്രമല്ല, ചില കപ്പലുകളൊക്കെ പാകിസ്ഥാനുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അതിലൂടെയും പോകുന്നുണ്ട് എന്ന് പറയുന്നു. സാമ്പത്തിക വരുമാനം നന്നായിട്ട് കിട്ടുന്നുണ്ട്. UAEയുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ, ശത്രുക്കളുമായി രഹസ്യ കരാർ എന്നാണ് അതിൽ പരാമർശം കാണുന്നത്. ശത്രുക്കളായി രഹസ്യ കരാർ എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്ന തരത്തിലാണ്. UAEയുമായിട്ടുള്ള കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ $20 മുതൽ $25 ബില്യൺ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ $3 മുതൽ $5 ബില്യൺ ഇപ്പം നൽകിയിട്ടുണ്ട് എന്നുള്ളതും തൊട്ടടുത്ത ദിവസം $10 ബില്യൺ നൽകും എന്നും പറയുന്നു. ഇതൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും അല്ല. അങ്ങനെ ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യില്ല. യുദ്ധത്തിനിടയിലും ഉണ്ട് ഇത്തരം ഒരു ഇടപാടുകൾ. അത് നമ്മൾ ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ രീതിയിൽ ആക്രമണമാണ് ഖത്തറിനും UAEക്കും നേരെ നടന്നത്. എന്നാൽ ഇപ്പോൾ UAE ഖത്തറിനെയും ഈ കഴിഞ്ഞ കാലത്തൊന്നും ആക്രമിച്ചിട്ടില്ല. നേരെ പോകുന്നത് കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കുമാണ്. അർദ്ധജീവനായിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പൽ ഇപ്പോൾ ഈ കടലിടുക്കിൻ്റെ എവിടെയൊക്കെയോ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറയുന്നത് 3 യുദ്ധക്കപ്പൽ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് USS ജോർജ് ബുഷ് കപ്പൽ, അടുത്തത് USS അബ്രഹാം ലിങ്കൺ കപ്പൽ, അടുത്തത് ജെറാൾഡ് ഫോർഡ് കപ്പൽ. ജെറാൾഡ് ഫോർഡ് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് അത് മെഡിറ്ററേനിയൻ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് തീപിടുത്തം ഉണ്ടായത് സ്വമേധയാ ഉണ്ടായി എന്നാണ് അമേരിക്ക പറഞ്ഞത്. സ്വമേധയാ ഒരു കപ്പലിൻ്റെ അകത്ത് തീപിടുത്തം ഉണ്ടായി, അണക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അണക്കാൻ പറ്റിയത്. പിന്നെ അവിടെ ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഏകദേശം ഒരു 4,500-ഓളം സൈനികരും ക്രൂ മെമ്പർമാരും ലേബേഴ്സുമായിട്ട് അതിലുണ്ടായിരുന്നു. അവർക്ക് ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കപ്പലിൻ്റെ അകത്തുണ്ടായി. 70 വരെ യുദ്ധവിമാനങ്ങൾ ഇതിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര സൗകര്യം വിശാലമാക്കപ്പെട്ട സംഭവമാണ്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരെ ഈ കപ്പലുണ്ടെന്നൊക്കെ പറയുന്നു.
നിരന്തരം ഇറാന്റെ ആക്രമണം കാരണത്താൽ നിലനിൽക്കാൻ പറ്റാത്തതാണ് എന്ന് അമേരിക്കയുടെ ഒരു വ്യോമ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വിവാദമായിരുന്നു. പറയുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തി എന്തോ ചെയ്തതാണ്, വലിയ വിവാദമായിരുന്നു. ഏതായിരുന്നാലും അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് മൂപ്പരെ ഈ ജെറാൾഡ് ഫോർഡിനെ അവിടുന്ന് അമേരിക്കയിൽ കൊണ്ടുപോയി, കെട്ടിവലിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഈ കപ്പൽ 2 വർഷത്തേക്ക് ഇനി യുദ്ധത്തിനുണ്ടാവില്ല എന്നും പറഞ്ഞു. അതിൻ്റെ കാര്യം അത്രയ്ക്ക് പണി അതിൽ വന്നത്, എഞ്ചിന് പോലും തകരാറായി പോകുന്ന പണികളാണ് അതിന് വന്നത്. അതുകൊണ്ട് വലിയ പണികളുണ്ട്. അതിൽ ജോലി ചെയ്യുന്ന ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആശ്വാസമായി. 2 കൊല്ലം എന്തായാലും അനങ്ങൂലല്ലോ. അതിൽ ജോർജ് ബുഷ് കപ്പൽ, ഈ അബ്രഹാം ലിങ്കൺ കപ്പൽ, ഇത് രണ്ടും അറേബ്യൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അവിടെ നങ്കൂരമിട്ടത് ഏതെങ്കിലും ഒരു ഭാഗത്ത്. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും, 100 ഈ മൈൽ അപ്പുറത്തേക്ക് നീങ്ങും. ഒരു ഇറാൻ്റെ ഒരു ആക്രമണ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് 100-150 നോട്ടിക്കൽ മൈൽ അകലത്തേക്ക് ഇതങ്ങോട്ട് റിവേഴ്സ് എടുക്കും. അത് രണ്ടും അങ്ങനെ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് അക്രമം ഉണ്ടായിരുന്നു, ശക്തമായിരിക്ക തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കപ്പലിൽ നിന്ന് ഒരക്രമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കപ്പലിന് മുങ്ങിപ്പോയോ അതല്ലെങ്കിൽ കൊണ്ടുപോയോ തകർന്നു പോയോ എന്നതിനെക്കുറിച്ച് ഒരു വിവരവും നിലവിലെ സാഹചര്യത്തിലില്ല. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ UAE-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് UAE പണം നൽകി എന്ന് പറയുന്നു. ആ പറയുന്നതിന് അവർ പറയുന്നത് ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നടക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ UAE-യുടെ പേരുണ്ട്. അപ്പോൾ അവിടെ ഈ വിദേശ നാണ്യങ്ങൾ ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. വിദേശികൾക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ഇപ്പോൾ ഭൂമി പോലും വാങ്ങാൻ വേണ്ടി പറ്റും വ്യക്തികൾക്ക്. മുമ്പ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അവിടുത്തെ ഭൂമി വിലക്ക് വാങ്ങാൻ വേണ്ടി മറ്റുള്ള അജ്നബികൾക്ക്, രാജ്യത്തിന് പുറത്തുള്ള പൗരന്മാർക്ക് സാധിക്കുന്ന തരത്തിൽ നിയമവ്യവസ്ഥക്കൊക്കെ ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. സുരക്ഷിതത്വം തകർന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കവും തകർച്ചയും ഉണ്ടാവും. രാജ്യത്തിൻ്റെ സാമ്പത്തികം തകരുന്ന സമയത്ത് പിന്നീട് വിശ്വാസപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ വരും. കാര്യം എന്ന് വെച്ചാൽ UAE ഒരു സുരക്ഷിതമായിരിക്കുന്ന ഇടമല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകും. ടൂറിസവും നിക്ഷേപവുമായിട്ട് സാമ്പത്തിക വ്യവസ്ഥയെ വല്ലാത്ത രീതിയിൽ ബാധിക്കപ്പെടുന്ന ഒരു സ്ഥിതി വരും. വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ എത്തുന്ന രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്പാദ്യം രാജ്യത്തിനുണ്ടാകും. അത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, നിക്ഷേപങ്ങൾ ഇറക്കി കളിക്കുന്നുണ്ട്. ഒരു ഗെയിം പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ UAE-യിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. സമ്പൽ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു യുദ്ധത്തിന് ഒരിക്കലും അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു താല്പര്യവും ഒരു ആഗ്രഹവും ഇല്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ രാജ്യം പുരോഗതി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാവർക്കും വാശിയാണ്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയക്കാരൊക്കെ അഴിമതി നടത്തുന്ന സമയത്ത് അവർ സ്വന്തം പോക്കറ്റ് എങ്ങനെ ഉയർത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നാലോചിക്കുമ്പോൾ അറേബ്യൻ രാജ്യത്തുള്ള ഭരണാധികാരികൾ അവരുടെ കയ്യിലുള്ള കാശ് പോലും മുടക്കിയിട്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി പണം ചെലവഴിക്കും. ആ പുരോഗതി ആ രാജ്യത്തൊക്കെ കാണാനുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. കിട്ടുന്ന വരുമാനത്തിനേക്കാളേറെ രാജ്യവികസനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നവരാണ് അറേബ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ എത്രത്തോളം ആൾക്കാരാണ്, 1,17,00,000 ചെല്ലാൻ ഇന്ത്യക്കാർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അതിൽ ഏകദേശം 34 ലക്ഷം ആൾക്കാർ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് UAE. 15 ലക്ഷത്തിലധികം മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് UAE. ഏകദേശം ഒരു 28 ലക്ഷത്തോളം, 20 മുതൽ അതിൻ്റെ മേലോട്ടുള്ള അത്രയും ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 10 ലക്ഷത്തോളം ജോലി ചെയ്യുന്ന രാജ്യമാണ് കുവൈറ്റ്. അങ്ങനെ പോകുന്നു. ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അത്രയും തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടാണല്ലോ അവിടെ തൊഴിൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇതിന് മേലെയൊക്കെ ആക്രമണം നടത്തുന്ന സമയത്ത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളിനി ക്ഷമിക്കുകയില്ല, ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി ആലോചിക്കുകയാണ് എന്നൊക്കെ പ്രസ്താവനകളൊക്കെ UAE-യുടെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും അവർ ചെയ്യില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ സാമ്പത്തിക വ്യവസ്ഥ അപ്പാടെ തന്നെ തകിടം മറിഞ്ഞു പോകും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ശത്രുവാണ് ഇറാനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോവുക. സാമ്പത്തിക വ്യവസ്ഥ വല്ലാതെ തകർന്നിരിക്കുന്ന രാജ്യത്തിൽ ഇറാൻ്റെ പേരുണ്ട്. സൈനിക സംവിധാനത്തിലൊക്കെ മെച്ചപ്പെട്ട രാജ്യത്തിൻ്റെ പേരിലും ഇറാൻ്റെതുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുക എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഖത്തറാണ് അത് ആരംഭിച്ചത്. ഖത്തർ ആ വിഷയം UAE-യുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതും അവരങ്ങനെ പണം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നേരെയുള്ള ആക്രമണം നിർത്തി എന്നും പറയുന്നു. അപ്പോൾ ഉള്ള മറ്റു രാജ്യങ്ങളും പിന്നെ അതായത് അമേരിക്കയ്ക്കൊരിക്കലും
ഇവരെ സഹായിക്കാൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അമേരിക്കയുടെ ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും സൈനികരും സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങൾക്കും അവർക്ക് തന്നെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കാതിരിക്കുന്ന സമയത്ത് പിന്നീട് ഈ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇറാൻ തൊടുത്തു വിടുന്ന മിസൈലിനെ എങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക? സർവ്വ മേഖലയും അവരെ നശിപ്പിക്കുന്നുണ്ടല്ലോ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള കണ്ണും പൂട്ടി ആക്രമിക്കുകയാണ്. സിംഹത്തിന് വെടികൊണ്ട സ്ഥിതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയ്ക്കും ഭയപ്പാടുണ്ടാകുന്ന കാര്യമാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം 20 ആക്രമണം നടത്തി ഇറാൻ്റെ മേലെ 21 തിരിച്ചടിച്ചു, 1 അധികം വെച്ചുകൊണ്ട് തിരിച്ചടിച്ചു. അതോടുകൂടി അമേരിക്ക അവിടെ നിന്നു, ഞങ്ങൾ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്: വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തന്ത്രപൂർവ്വം യുദ്ധത്തിൻ്റെ ഗതിയെ മാറ്റിയിരിക്കുന്നു. അതിലൊരു വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹോർമുസിനെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞൊരു അഭിപ്രായം തന്നെയുണ്ട്. ആണവായത്തേക്കാൾ മൂർച്ചയുണ്ട് ഹോർമുസ് കടലിൻ്റെ ആ ചെറിയ ഇടുക്കിന്. അത് സ്റ്റോപ്പായതോട് കൂടിയിട്ട് ലോകം മുഴുവൻ നിശ്ചലമായി. ലോകത്തെ എല്ലാ രാജ്യത്തും പെട്രോളിന് വില കൂടിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലാ രാജ്യത്തിലും പെട്രോളിയത്തിന് വില കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ചെറിയ ഇടുക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇറാൻ കളിക്കുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.